കുറെ സ്വത്ത് കൊടുത്തു അല്ലാഹു തആല. അപ്പൊ അതിന് ഇവനിക്ക് എന്തിനാ വിഷമം? ആരാ കൊടുത്ത്? അല്ലാഹ്. ആ കൊടുത്തവന്റെ ഖജനാവിൽ വല്ല കുറവുണ്ടാവുമോ? കൊടുത്താ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാ കൊടുത്തു. പിന്നെ ആർക്കാ കൊടുക്കേണ്ടി, എത്രയാ കൊടുക്കേണ്ടതെന്ന് അള്ളാഹിനെക്കാണ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നന്നായിട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്, എത്രയാ കൊടുക്കേണ്ടത്, എപ്പോഴാ കൊടുക്കേണ്ടത്, എങ്ങനെയാ കൊടുക്കേണ്ടതെന്നൊക്കെ അറിയുന്നേ. കൊടുത്താൽ തീർന്നു പോകാത്ത ഖജനാവിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല ഒരാൾക്ക് കൊടുക്കുന്നതിന് ഇവന് ബുഖല്. പക്ഷെ അത്ര എന്തിനാ അയാൾക്ക് കൊടുക്കുന്നത്? അയാൾക്ക് എന്തിനാ അത്ര അല്ല കൊടുക്കുന്നത്? ഇവന്റെ മനസ്സിൽ തോന്നുന്നു ഇവനെക്കാളും വലിയ ബഖീൽ ദുനിയാവിൽ വേറെ ആരാ? അള്ളാഹു അവന്റെ ഖജനാവെന്ന് കൊടുക്കുന്നതിന് ഇവനെന്തിനാ ബുഖല് കാണിക്കുന്നത്? അപ്പൊ അവനാണ് അസൂയക്കാരൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസദു യകുലുൽ ഹസനാതി കമാ യകുലു നാറുൽ ഹതബ്. അല്ലാഹു തആല ഏറ്റവും വെറുപ്പാണ് അവനോട്. കാരണം അല്ലാഹു കൊടുക്കുന്നതിന് ഇവനെന്തിനാ പ്രതിഷേധം? അള്ളാഹു കൊടുക്കുന്നതിന് ഇവനെന്തിനാ പ്രതിഷേധം? അപ്പൊ അള്ളാഹുവിന് അവനോട് കടുത്ത വെറുപ്പായി. അപ്പൊ സുഹൃത്തുക്കളെ, അസൂയക്കാരൻ മനസ്സ് ശുദ്ധിയില്ലാത്തവനാണ്. മനസ്സിനാണ് ഏറ്റവും വലിയ ശുദ്ധി വേണ്ടത്. ആ മനസ്സിന്റെ ശുദ്ധി അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയുമ്പോഴാണ്. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുമ്പോഴാണ്. അവിടുന്ന് ഉപദേശിച്ച ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അവിടുന്ന് പഠിപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോ അവിടുത്തെ സന്താന പരമ്പരകളാണ് തങ്ങന്മാര്, അവരെ സ്നേഹിക്കണം. സ്വാഭാവികമായും എന്നെ സ്നേഹിക്കുന്നവർ എന്റെ മക്കളോട് സ്നേഹമുള്ളവരാകും. എങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടോ? അവിടുത്തെ സന്താന പരമ്പരകളായ സയ്യിദന്മാരെ സ്നേഹിക്കണം. സുഹൃത്തുക്കളെ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, ഒരു ഉദാഹരണമാണ്, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ സ്വത്ത് നശിച്ചു പോകാതെ ആ സ്വത്ത് ശരിക്കും സംരക്ഷിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്ത് പിന്നെയും പിന്നെയും ആ സ്വത്ത് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നവരോട് എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കൂലേ? എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത് എന്താണ്? അത് ദിർഹമല്ല, ദീനാറല്ല, പണമല്ല, എസ്റ്റേറ്റ് അല്ല, കാറല്ല, ജീപ്പല്ല. അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമാണ്. ആ സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്തു. അത് മഹാന്മാരായ സഹാബത്ത് അത് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിലേറ്റവും ശ്രമിച്ചവരാണ് ബദരീങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ, അഥവാ ദീനിന്റെ അറിവ് സംരക്ഷിക്കാൻ, അത് ലോകത്ത് വിതരണം ചെയ്യാൻ, അത് നിലനിർത്താൻ ഏറ്റവും ശ്രമിച്ചവരാണ് ബദരീങ്ങൾ. എന്നതുകൊണ്ട് തന്നെ അതിനവരെത്രയാ ശ്രമിച്ചത് എന്ന് പറയാൻ കഴിയോ? വജാദു ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന ആ സത്യമായ പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടി അവരെ സ്വത്തുക്കൾ അവരതാ ബലിയർപ്പിച്ചു, ശരീരം ബലിയർപ്പിച്ചു, എല്ലാം കൈയൊഴിച്ചുകൊണ്ട് അവർ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി. ഞങ്ങൾ എത്ര ആളുണ്ടെന്നോ, ഞങ്ങൾ ഭൂരിപക്ഷമുണ്ടോ ഇല്ലേ എന്നോ, ശത്രുക്കൾക്ക് എത്ര ശക്തിയുണ്ടെന്നോ ഇല്ലെന്നോ, ശത്രുക്കൾ ആരാണെന്നോ ഒന്നും നോക്കാതെ ഞങ്ങളെ പടച്ച റബ്ബിനല്ലേ ഞങ്ങൾ നന്ദി ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് വെള്ളം തരുന്നവൻ അവനല്ലേ, ഭക്ഷണം തരുന്നവൻ അവനല്ലേ, ആരോഗ്യം തരുന്നവൻ അവനല്ലേ, എല്ലാം തന്ന രാജാവല്ലേ. ആ രാജാവിന്റെ ദീനിന്റെ പ്രചരണ രംഗത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന്, ഓ നബിയേ, തങ്ങൾ ഇവിടുന്ന് കടലിൽ ചാടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് തയ്യാറാണ് നബിയേ എന്ന് പറഞ്ഞ് ധൈര്യം പകർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ബദരീങ്ങൾ.
ആ ബദരീങ്ങളെ സ്നേഹിക്കാതെ ഒരാൾക്ക് മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ കഴിയൂല. റിളാഹു റബ്ബി അൻ സദതീനൽ കുബ്റാ മിൻ സുഹദാ അർളി ബദരിന്നദ്ദഹറം ലി സറാ. ആ മഹാന്മാരായ ബദരീങ്ങളെ ബറക്കത്തോട് ഞങ്ങളെ ഖൽബിൽ നീ തഖ്വനെ ഏറ്റിത്തരണം റഹ്മാനേ. അവരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരെ പേരുച്ചരിക്കുന്ന സ്ഥലത്ത് അതോടെ ഇരുന്ന് റളിയല്ലാഹു അൻഹു പറയുന്നവരാണ് ഞങ്ങൾ. അവരുടെ ബഹുമാനം കേൾക്കുന്നവരാണ് ഞങ്ങൾ. അവരെ പേരിൽ ഇടയ്ക്ക് ഫാത്തിഹ ഓതുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നേഹിച്ച ബദരീങ്ങളോട് കൂടെ ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അവരെ കാണാനും കൈപിടിക്കാനും നീ ഞങ്ങൾക്ക് അവസരം തരണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുഅ്മിൻ ബദരീങ്ങളെ സ്നേഹിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ബദരീങ്ങളിൽ ഒന്നാമത്തെ മെമ്പർ. പിന്നെ ബദരീങ്ങളെ ബഹുമാനം പറയണോ? അതുപോലെ മലക്കുകളെ കൂട്ടത്തിൽ ബദരീങ്ങൾ 5000 ഉണ്ട്. അതിലൊന്നാമത്തെ മെമ്പർ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ബദരീങ്ങൾ എന്ന് പറയുന്നത് അത് വലിയ ഒരു സമൂഹം തന്നെ. ആ ബദരീങ്ങൾ അവരെ അനുസ്മരിക്കുന്ന സദസ്സുകൾ, അവരെ പേരുച്ചരിക്കുന്ന സദസ്സുകൾ, അവരെ പേരിൽ ഫാത്തിഹ ഓതുന്ന സദസ്സുകൾ, അവരെ ബഹുമാനിക്കുന്ന സദസ്സുകൾ, അത് വലിയ ബറക്കത്തുള്ള സദസ്സാണ്. അവരെ സ്നേഹിക്കുന്ന സദസ്സ് അത് വലിയ സ്ഥാനമുള്ള സദസ്സാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സഹീഹുൽ ബുഖാരിയിൽ കാണാം, റുബയ്യ ബിൻത് അഫ്രാഇന്റെ വീട്ടിൽ കല്യാണത്തിന് ചെല്ലുമ്പോ അവിടുന്ന് അതാ സ്ത്രീകൾ ബദരീങ്ങളെ വിളിച്ച് പാട്ട് പാടുന്നു. യന്തുബിന മൻ ഖുതില ബിന്നാബാഇ യൗമ ബദർ. ബദർ ദിവസത്തിൽ ഷഹീദായി പോയ ആളുകളെ പേര് വിളിച്ചുകൊണ്ട് അവിടുന്ന് കുട്ടികൾ പാട്ട് പാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ടപ്പോ ആ കുട്ടികൾ അതിലിടക്കം കെട്ട് പാടി, വഫീനാ നബിയ്യൻ യഅലമു മാ ഫീ ഗദീ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട്. ആ നബി നാളെ വരുന്ന കാര്യം ഇനി തന്നെ അറിയും. അങ്ങനത്തെ നബിയാണ് പറഞ്ഞ് പറയാൻ കാരണമുണ്ട്. കാരണം ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വന്നു. എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലവും എഞ്ചിനീയർ പില്ലറിന് കുഴിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുന്ന മാതിരി ഓരോ സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ മസ്റഅ ഫുലാൻ, അബൂജഹൽ ഇവിടെ വീണ് ചത്തുപോകും, ഉത്ബത്ത് ഇവിടെ വീണ് ചത്തുപോകും, ശൈബത്ത് ഇവിടെ വീണ് ചത്തുപോകും. അങ്ങനെ ഓരോരുത്തരും ബദറിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വീഴുന്ന സ്ഥലം തലേ ദിവസം തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ബദർ യുദ്ധം നടന്നപ്പോ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഓരോന്നും വീണം കണ്ട് ശരിയായി. അപ്പോ ബദരീങ്ങളെ മക്കള് പാടാതിരിക്കോ? യഅലമു മാ ഫീ ഗദീ. നാളെ വരുന്ന കാര്യം ഇന്ന് തന്നെ അറിയുന്ന ഒരു നബിയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുർക്കി ഹാദിഹി വഖൂലി ബില്ലതി തഖൂലീൻ ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ഓ കുട്ടി, ഈ നീ ഇപ്പോൾ ഞാൻ കയറി വരുമ്പോ എന്റെ മധുഹല്ലേ പാടിയതെന്ന് നിലക്ക് അവിടുന്ന് പറയാണ്, ആ പാടിയ മധു എന്റെ മധു പാടുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞത് അവിടെ നിർത്തിയിട്ട് ആ മരിച്ചുപോയ ബദരീങ്ങൾ ബദർ സൂതാക്കളെ തന്നെ വിളിച്ച് പാടിക്കോ. സുഹൃത്തുക്കളെ, നബിതങ്ങളെ മത് പാടുന്ന റസൂലുള്ളാഹിക്ക് വിരോധം ഉണ്ടായിട്ട് പറഞ്ഞതല്ല, മറിച്ച് ബദരീങ്ങളോട് കടപ്പാടുണ്ടെന്നും അവരെ മത് എപ്പോഴും പാടേണ്ടതാണെന്നും അവരെ വിസ്മരിക്കാൻ പാടില്ലെന്നും അത് കല്യാണ വീട്ടിൽ വരെ ബദരീങ്ങളെ മത് പാടുന്നത് നല്ലതാണെന്നും പഠിപ്പിക്കാനാണ് കേട്ടോ. എന്റെ ചെറുപ്പക്കാരെ, വിവാഹ ദിവസം പാട്ടും കൂത്തും വെക്കണ്ട. വിവാഹ ദിവസം ഹറാമായ വാദ്യമേളങ്ങൾ വേണ്ട. വിവാഹ ദിവസം നിസ്കാരം ഖളാക്കൽ വേണ്ട. വിവാഹ ദിവസം അനാവശ്യ പ്രവർത്തനങ്ങൾ വേണ്ട. ഞാൻ വരുമ്പോ ഒരാളിനോട് വിളിച്ചു പറഞ്ഞു, എനിക്കറിയില്ല, പഴയ കാലത്ത് ഒരിക്കൽ കാസർഗോഡ് വേദോരുമ്പോ 10-15 കൊല്ലം മുമ്പാണ്. എന്നോട് ഒരാൾ പറഞ്ഞു, ഇവിടെ ഉണ്ട് ആലി ശൈത്താൻ തന്നെ ചെയ്താൻ. ഞാൻ ആദ്യമായിട്ട് കേട്ടത് ആലി ശൈത്താൻ.
ഈ ആലി ശൈത്താനെ കാണാൻ വേണ്ടി പർദ്ദട്ട് ചില പെണ്ണുങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചിലർ പർദ്ദട്ടിട്ട് മുസ്ലിം പെണ്ണുങ്ങളാണ് വരുത്തി തീർക്കുന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല, എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആലി ശൈത്താനെ കാണാൻ വേണ്ടി പോകാൻ പാടില്ല എന്ന് പ്രസംഗിച്ചു. കാരണം നമുക്ക് ഇസ്ലാമിന് നിയമങ്ങളുണ്ട്, ആ നിയമം മറികടക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെ നിയമത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ വള്ളിയിൽ വരാൻ പാടില്ല. പിന്നെ എങ്ങനെ അമ്പലത്തിൽ പോകും? പെണ്ണുങ്ങൾ നമ്മളെ വള്ളിയിൽ തന്നെ വരാൻ പാടില്ല. പിന്നെ അമ്പലത്തിൽ ആലി ശൈത്താനെ കാണാൻ പോവുക? നമ്മളെ വള്ളി പെണ്ണുങ്ങൾ കൊണ്ടില്ല നമ്മൾ. അപ്പൊ അമ്പലത്തിൽ പോകാൻ പാടില്ല, പെണ്ണുങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. ഈമാൻ തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞ് ഞാനന്ന് പ്രസംഗിച്ചു. ഇന്ന് വരുമ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, കാസർഗോഡ് ഇപ്പൊ ഒരു മഞ്ഞ കല്യാണം ഉണ്ട്. എനിക്ക് തിരിഞ്ഞില്ല എന്തെന്നെ മഞ്ഞ കല്യാണം, മഞ്ഞപ്പുത്തം പിടിച്ച കല്യാണം. എനിക്ക് മനസ്സിലായില്ല. ഈ മഞ്ഞ കല്യാണം എന്ന് പറഞ്ഞാൽ ആരോ എന്നോട് പറഞ്ഞു, കുറെ മഞ്ഞ വേഷം ധരിച്ചിട്ട് എന്റെ മഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാരിച്ചേക്കുന്ന ഒരു പരിപാടിയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുണ്ട് ഇസ്ലാമിൽ? മുസ്ലിമികൾക്ക് അങ്ങനെ ഒരു പരിപാടി? അങ്ങനത്തെ യാതൊരു പരിപാടി കാസർഗോഡ് ഏതോ മൂലയിലേക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ പറയാം. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ വേണ്ടാത്ത പോലെ ഒന്നും ചാടരുത്. അള്ളാഹിനെ ഭയപ്പെട്ടിട്ട് ജീവിക്കണം. കല്യാണമുള്ള വീട്ടിൽ നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് ചെല്ലുമ്പോ ബദർ മൗലൂദ് തോന്നുന്നു, ബദരീങ്ങളെ മദ്ഹ് ചെല്ലുന്നു. അതുപോലെ തന്നെ ബുർദ ബൈത്തി ചെല്ലൽ പഴയ കാലത്ത് എത്രയോ സ്ഥലത്ത് ബുർദ ബൈത്തി ചെല്ലൽ. ബുർദ ബൈത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ അർത്ഥവും വിവരണവും പ്രസംഗിക്കുകയാണ്. സിറാജുൽ ഹുദ 25ാം വാർഷികം വെക്കാൻ പോവാണ്. അപ്പോ സിറാജുൽ ഹുദ എന്ന് പറഞ്ഞാല് അത് ഒരു പ്രത്യേക സ്ഥാപനം, എല്ലാവർക്കും അറിയാം. നമ്മുടെ ജാമിഅ സഅദിയ ഇവിടെ ഇപ്പൊ സമ്മേളനം വരുന്നുണ്ട്. എല്ലാവരും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ടുണ്ടാണ്. MA ഉസ്താദ് അവർക്കും അബ്ദുൽ ഖാദിർ ഹാജി അവർക്കും PA ഉസ്താദിനും അതുപോലെ ജാമിഅ സഅദിക്ക് ഖിദ്മത്തെടുത്ത എല്ലാ മഹാന്മാർക്കും അല്ലാഹു തആല അവരുടെ ഖബറിൽ സ്വർഗ്ഗം തോപ്പാക്കി അവരുടെ ഖബറിൽ വിശാലത നൽകട്ടെ. അല്ലാഹു തആല അല്ലാഹുവിന്റെ എല്ലാ റഹ്മത്തും അവർക്കും നമുക്കും ചൊരിയട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ജാമിഅ സഅദിയുടെ സമ്മേളനം കഴിഞ്ഞ് കുറെ അങ്ങോട്ട് എത്തുമ്പോൾ സിറാജുൽ ഹുദയുടെ സമ്മേളനം വരും. സിറാജുൽ ഹുദ ഞാൻ സ്ഥാപിക്കാൻ തന്നെ കാരണം എന്താണ്? അവിടെ 11 മഹല്ലിൽ ബദർ മൗലൂദും ഇല്ല, അല്ലാത്ത മൗലൂദും ഇല്ല, നബിദിനവും ഇല്ല. സുബ്ഹാനല്ലാഹ്. തോണി മറിച്ചിടുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ തോണി കേറാത്തവനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല, ഓൻ അക്കരത്തൂലെന്നേ ഉള്ളൂ. നേരെ മറിച്ച് അല്ലേ, അതുകൊണ്ട് വലിയ ശല്യം ഉണ്ടാവല്ലോ, ഓനക്കരത്തൂലെന്നേ ഉള്ളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ. അതുപോലെ ഒത്തനി ഇസ്ലാമില് ചേർത്തില്ലെങ്കിൽ ഓൻ സ്വർഗത്തിലെത്തൂലാണ്, നമ്മളെ സ്വർഗം ഉണ്ടോ നഷ്ടപ്പെടുത്തുന്നത്. നമുക്ക് മുസ്ലിമായിട്ട് ജീവിതം മരിച്ചൂടെ? നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാ നല്ലതെന്ന് പറയാം. മൗലവി പറയാ അല്ല പള്ളിയാ നല്ലതെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ തോണി മറിച്ചിടുക, ഇങ്ങനെ പോണ്ട തോണി പിടിച്ച് മറിച്ചിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് നേരെ എതിര് വേണ്ടി തോണി കയറുമല്ല മുഴുവൻ വെള്ളത്തിലാക്കുക. അങ്ങനത്തെ വല്ലാത്ത അക്രമം ചെയ്യുന്നവരാണ് ഈ വിദേഹത്തുകാർ, പുത്തനാശയക്കാർ. അവരെ കൊണ്ടൊക്കെ നിറഞ്ഞുപോയി 11 മഹല്ലിൽ ഒരു മൗലൂദുമില്ല, റാത്തീബുമില്ല, ഒരു സംഗതിയുമില്ല. അവിടെ പോയിട്ട് ഓല ഷെഡ് കെട്ടി തുടങ്ങിയ സിറാജുൽ ഹുദ അൽഹംദുലില്ലാഹ്. ഞാൻ ഇവിടെ വന്നപ്പോഴും പലരും നേർച്ച തന്നിട്ടുണ്ട്. അള്ളാഹു നേർച്ച തന്നിട്ട് വലിയ ഫലം കൊടുത്തു. അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മളെ ഇവിടുത്തെ പ്രവർത്തകന്മാർ, എന്റെ ഹംസ സഖാഫി എന്റെ ശരീക്കാണ്. ഞങ്ങൾ ഒന്നായിട്ട് ഓതിപ്പടിച്ചാണ്. ഒരേ സ്ഥലത്ത് ഇരുന്ന് ഒന്നിച്ച് വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ഓതിപ്പടിച്ചാണ്. അപ്പോ ഹംസ സഖാഫി വന്നു, അതുപോലെ തന്നെ നമ്മള് അഷ്റഫ് അസ്ലം, അങ്ങനെ ഇവിടെയുള്ള പ്രവർത്തകന്മാർ പലരും വന്നു. അപ്പൊ ഇവിടെ ഒരു പരിപാടിക്ക് വരണമെന്ന് വല്ലാതെ നിർബന്ധിച്ചു. അപ്പൊ ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കി. ഒഴിഞ്ഞു മാറാൻ നോക്കുന്നത് വെറുപ്പുണ്ടായിട്ടല്ല, സൗകര്യമില്ലാത്തതും സമയമില്ലാത്തതുകൊണ്ടാണ്. ഇന്നെ എങ്ങനെല്ലാം ഓടിയിട്ട് ഇവിടെ എത്തിയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ. അപ്പൊ സഹോദരന്മാര്, അപ്പോ അവര് ഇവിടെ നല്ല ദീനീ പ്രവർത്തനം നടത്തുന്നു. ഇവിടെ അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇവിടെ ഒറ്റ മുജാഹിദുമില്ല, ജമാഅത്തുമില്ല, തബ്ലീഗുമില്ല, ഓരൊറ്റ ഗീബത്ത് പറയുന്ന ആൾക്കാരുമില്ല, നമീമത്ത് പറയുന്നവരുമില്ല. നല്ലൊരു നാട്. അല്ലാഹു തആല ഇവിടെ ബർക്കത്തിനെ എഴുതട്ടെ. എന്റെ പരിസരങ്ങളും അല്ലാഹു തആല ബർക്കത്തിനെ എഴുതട്ടെ. ആലിമീങ്ങളെ ചീത്ത പറയുന്നില്ല. ഇത് വല്ലാത്ത ആഹൃസമാണല്ലേ. മദ്രസയിൽ രാവിലെ ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്ന ചെറിയ പിഞ്ചു മക്കള്, സുബ്ഹാനല്ലാഹ്, പിഞ്ചു മക്കൾക്ക് നല്ലതെല്ലാം കേൾപ്പിക്കുക. അവിടെ പ്രസവിച്ചോണ്ടത്തെ വലത്തെ ചോട്ടിൽ വാങ്ങൂ, ഇടത്തെ ചോട്ടിൽ ഇഖാമത്ത് കേൾപ്പിക്കാനാണ്. കാരണം എന്നിട്ടേ ബാക്കിയെല്ലാം കേൾക്കാവുന്നു. കാരണം ഈ മനസ്സിൽ നല്ലതേ പതിയാവും. അതിന് പകരം മദ്രസയിൽ നിന്ന് വരെ അലിമീങ്ങളൊക്കെ ഈബത്ത് പറഞ്ഞ് ചെറിയ മക്കളെ മനസ്സ് കിടക്കാക്കുന്ന എത്രയോ സ്ഥലങ്ങളില്ലേ. അള്ളാഹു നന്നാകട്ടെ. സഹോദരന്മാരെ, ഇവിടെ നല്ലൊരു അച്ചടക്കമുള്ള നാട്. അർഹമർ റഹീമായ റബ്ബ് എല്ലാ നമുക്ക് എല്ലാവർക്കും എഴുതിത്തട്ടെ. എല്ലാ നാട്ടിലും അള്ളാഹു എഴുതിത്തട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത്, അപ്പോ സിറാജുൽ ഹുദ 25 കൊല്ലായി തുടങ്ങി. അൽഹംദുലില്ലാഹ് 11 മഹല്ലിലും പള്ളി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി, അങ്ങനെ 10-30 പള്ളി ഉണ്ടാക്കി, 75ഓളം പള്ളി ഉണ്ടാക്കി, കുറെ സ്ഥാപനങ്ങൾ അല്ലാഹു തആല തന്നു. അൽഹംദുലില്ലാഹ്. അപ്പൊ അതിന്റെ 25ാം വാർഷികം നീക്കുന്നു. അപ്പൊ അതിനൊരു എന്തെങ്കിലും ഒരു സമ്മാനം, മുഅ്മിനീങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ അതിനെന്താ സമ്മാനം? അതിന് സമ്മാനം വിചാരിച്ചത്, ഞാൻ എന്റെ ചെറിയ കുട്ടിക്കാലത്തെ കേൾക്കുന്ന ബുർദ ബൈത്ത്, ചെറിയ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നു ബുർദ ബൈത്ത്. എല്ലാവർക്കും വലിയ താല്പര്യ ബുർദ ബൈത്ത്.
അതിന്റെ ഒരു അർത്ഥവും വിവരണവും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ബുറുദ ബൈത്തിൽ വേദ പറയാൻ തീരുമാനിച്ചു. ഞാനൊരു 35 കൊല്ലമായി വേദ തുടങ്ങിയിട്ട്. ഏതാ ഞാൻ വേദ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ ഏകദേശം 40 കൊല്ലമായി. ഈ 40 കൊല്ലത്തിലേക്ക് എവിടെയും ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ ആരും വേദ പറഞ്ഞിട്ടില്ല. ബുറുദയിലെ ബൈത്ത് ഇടക്കിടക്കല്ല ഞാനും പറയലുണ്ട്, പലരും പറയലുണ്ട്. ആദ്യം മുതൽ പറഞ്ഞു വെച്ചാൽ അങ്ങനെ 6 ദിവസം കൊണ്ട് ഞാനൊരു 28 പദ്യം പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് 25-ാം തീയതി നമുക്ക് 5 ദിവസം കുറ്റിയാടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി 7 ദിവസം നാദാരത്ത് പറയുന്നുണ്ട്. അങ്ങനെ 10-25 ദിവസം കൊണ്ട് തീർക്കണമെന്നാണ് വിചാരിച്ചത്. ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ ഇറങ്ങും എല്ലാവരും കേട്ടു നോക്കണം. ബുറുദ ബൈത്തിന്റെ CD ഒരുപാട് വിഷയം ഞാൻ അതിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കാൻ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറഞ്ഞാൽ തീരൂലല്ലോ. അവിടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ഇവിടെ കണ്ണവന്തങ്ങളുടെ നേതൃത്വത്തിൽ അസ്മാഉൽ ബദരിയത്തും കൂട്ടുപ്രാർത്ഥനയും നടക്കുന്നുണ്ട്. അതിന്റെ ശരി അന്നദാനുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കാൻ വേണ്ടി സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടായി ബദരീങ്ങളെ പറ്റിയും അസ്മാഉൽ ബദറും വരെ പറയാൻ തന്നെ കാരണം അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, സംഘാടകർ കൂടി പങ്കെടുക്കണം. പല സ്ഥലത്തും ഒരു പരിപാടി എന്താണ്, ഹദ്ദാദ് റാത്തീബ് സംഘടിപ്പിക്കുന്നു, ഹദ്ദാദ് റാത്തീബ് പങ്കെടുക്കൂല. മൗലൂദ് സംഘടിപ്പിക്കുന്നോ മൗലൂദിനും പങ്കെടുക്കൂല. ജലാലിയ റാത്തീബ് സംഘടിപ്പിക്കുന്നോ അതിൽ പങ്കെടുക്കൂല. അങ്ങനെയായി പോയിരുന്നു. നമ്മൾ ഒത്താശ ചെയ്തിട്ട് നമ്മൾ ഇതിൽ പങ്കെടുക്കാണ്ടായി പോയിരുന്നു. അപ്പൊ നമുക്ക് നഷ്ടം വരില്ല. നിങ്ങൾ ആലോചിച്ച് ബാങ്കും കാമത്ത് കൊടുത്ത ആൾ നിസ്കരിക്കാണ്ട് പോയി എങ്ങനെ ഉണ്ടാവും? ബാങ്കും കാമത്ത് കൊടുത്ത ആൾ നിസ്കരിക്കാണ്ട് പോയി അങ്ങനെ ഉണ്ടാവും? അതുപോലെയായി പോയിരുന്നു. ബറക്കത്തുള്ള സദസ്സിൽ നമ്മളെല്ലാം പങ്കെടുക്കണം, നമ്മളെല്ലാവരും അതിലുണ്ടാവണം. എന്നിട്ട് ബാക്കി ഒത്താശയൊക്കെ അപ്പൊ അത്യാവശ്യം ഉണ്ടാവും. ചില അത്യാവശ്യ പരിപാടികളുണ്ടാവും, അതിന് മാത്രം നമ്മൾ മാറിയിക്കുക, അതിന് അത്യാവശ്യമുള്ളവർ മാത്രം മാറിയിക്കുക. എന്നിട്ട് ഇത്തരത്തിലുള്ള ബർക്കത്തുള്ള സദസ്സിൽ എല്ലാവരും പങ്കെടുക്കും. നമ്മൾ നഷ്ടക്കച്ചവടക്കായി കൊടുക്കും. നമ്മൾ കച്ചവടമൊക്കെ ലാഭമുള്ള കച്ചവടമായിരിക്കും. നമ്മൾ ചെയ്യുന്ന കച്ചവടം ലാഭമുള്ള കച്ചവടമായിരിക്കും. ലാഭം ഇവിടത്തേക്കല്ല, ആഖിറത്തിലേക്കുള്ള ലാഭം. അതല്ലേ ഫൂസഹും എന്ന് പറഞ്ഞ ബദരീകളെ പറ്റി അവരെ ശരീരവും സമ്പത്തൊക്കെ അവർ വിറ്റു എന്ന് പറഞ്ഞു. വിറ്റിട്ട് അവരെന്താ വാങ്ങിയത്? അള്ള സ്വർഗം കൊടുക്കുന്നുണ്ട്. അള്ള വാങ്ങിയതാണ് നമ്മുടെ സ്വത്തും ശരീരവും ഒക്കെ. ആ കച്ചവടം നിലനിർത്തി കൊണ്ടുപോകണം. അവിടെയാണ് വിജയം. കേട്ടോ, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നതിൽ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നവർ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്ത സ്വത്ത് അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അറിവാണ്. ആ അറിവ് ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടി, ഇസ്ലാമിന്റെ ആശയം ഇവിടെ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ച ബദരീങ്ങളും മുഹദീങ്ങളും ഖന്ദഖീങ്ങളും ഖൈബരീങ്ങളും അങ്ങനെ തുടങ്ങിയ ഏതെല്ലാം പ്രവർത്തന രംഗത്ത് മുന്നേറിയവരുണ്ടോ, ആ മഹാന്മാരായ സ്വഹാബികൾ എത്ര പട്ടിണി കിടന്ന് പ്രവർത്തിച്ചവരുണ്ടോ, പട്ടിണി കിടന്ന് പഠിച്ചവരുണ്ടോ, ആ സ്വഹാബത്തിനെ മുഴുവനും സ്നേഹിക്കും. ആ സ്വഹാബത്തിനെ സ്നേഹിക്കുന്നതിന്റെ പുറമേ അവരിൽ നിന്ന് ദീന് മനസ്സിലാക്കി ലോകത്തെത്തിച്ചു കൊടുത്ത താബീങ്ങളെ സ്നേഹിക്കും. ആ താബീങ്ങൾ മനസ്സിലാക്കി ലോകത്തെത്തിച്ചു കൊടുത്ത താബീങ്ങളെ സ്നേഹിക്കും. അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അലിമീങ്ങളെയും ദീന് എത്തിച്ചു തന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു മുതൽക്ക്, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുതൽക്ക്, ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുതൽക്ക് നമ്മുടെ നാട്ടിൽ വന്ന ഏതൊക്കെ മഹാന്മാരുണ്ടോ അവരെയും മറ്റ് നാടുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനെത്തിച്ചവരെയും അങ്ങനെ കഴിഞ്ഞു പോയ എല്ലാ ഇമാമീങ്ങളെയും എല്ലാ പണ്ഡിതന്മാരെയും ഇന്ന് ലോകത്താരാണോ ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, കളവ് പറയാതെ, വാക്കിലംഘിക്കാതെ പടച്ചവനെ ഭയപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് വിതരണം ചെയ്യുന്ന പണ്ഡിതന്മാരാരാണോ ആ വിവരം ലോകത്ത് വിതരണം ചെയ്യാൻ അത് സംഭരിക്കുന്ന മുതഅല്ലിമീങ്ങൾ ആരാണോ ആ മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കുന്നവര് സ്നേഹിക്കും കേട്ടോ. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മരിക്കണമെന്ന് നിങ്ങളോട് വസിയ്യത്ത് ചെയ്ത് ഒരു ചെറിയ സംഭവം ഞാൻ 35 കൊല്ലമായി വേദ പറയാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞല്ലോ. ഈ 35 കൊല്ലത്തിനടുത്ത് ഇന്നേ വരെ പറയാത്ത ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വേദ നിർത്തട്ടെ സുഹൃത്തുക്കളെ. മഹാനായ അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഹറാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് അത് ഒരു മരുഭൂമിയിലായിരുന്നു. ഫനാദതു ലബിയതു, അപ്പോഴതാ ഒരു മാന് വന്ന് നബി തങ്ങളെ വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ്. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുണ്ടല്ലോ. എന്താണ് അവരവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മാനുകൾക്കറിയാം, ജീവികൾക്ക് മുഴുവനും അറിയാം, ഇതൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂലാണ്. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം, മാനിന്റെ വിളി നമുക്ക് കേൾക്കാൻ കഴിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൃഗത്തിന്റെ വിളി കേൾക്കാൻ കഴിയുന്നു, റസൂലുള്ളാഹിക്ക് കഴിയുന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിന്റെ ബർക്കത്ത് കണ്ടോ? ആ സദസ്സിൽ പങ്കെടുത്തപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയും നബി തങ്ങളെ സദസ്സിലുള്ളവരും മാനിന്റെ ഭാഷ അറിയുന്നു, മാനിന്റെ ശബ്ദം കേൾക്കുന്നു, മാന് വിളിക്കുന്നത് കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയൊരു പവറാണ്. ചെറുപ്പക്കാരെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ മക്കയുടെ ചില ഭാഗത്തൂടെ പോകുമ്പോ ഫമസ്തഖ്ബലഹു ജബലുൻ വലാ ശജറുൻ ഇല്ലാ ഹുവ യഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മരങ്ങളും അതുപോലെ കല്ലുകളും മലകളുമൊക്കെ നബിതങ്ങൾക്ക് സലാം പറയുന്നു. നബിതങ്ങളെ കൂടെ നടക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും അതാ അചേതന വസ്തുക്കളുടെ ശബ്ദം കേൾക്കുന്നു, മരത്തിന്റെ ശബ്ദം കേൾക്കുന്നു, കല്ലിന്റെ ശബ്ദം കേൾക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങളെ കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അതാ തിന്നപ്പെടുന്ന ഭക്ഷണത്തിന്റെ തസ്ബീഹ് ഞങ്ങൾ കേൾക്കുന്നു. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മജ്ലിസിന്റെ ബറക്കത്താണ്. മുസ്ലിമീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി അതാ മാന് വിളിക്കുന്ന കേൾക്കുന്നു, യാ റസൂലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബിതങ്ങളെ ചോദിക്കുന്നു, മഹാജത്തുക്ക്, എന്തേ നിന്റെ പ്രശ്നം? സർവ പ്രശ്നത്തിനും പരിഹാരമല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴതാ ആ മാന് പറയുന്നു, സാദനി ഹാദൽ അറാബി വലി ഖാനി. ഓ നബിയേ, ഈ ഗ്രാമീണനായ മനുഷ്യൻ എന്നെ വേട്ടയാടി പിടിച്ചിരിക്കുന്നു. ഓ നബിയേ, വലിയ ജബലി, ആ പർവ്വതത്തിന്റെ അപ്പുറത്ത് എനിക്ക് രണ്ട് ചെറിയ മുലകുടിക്കുന്ന കുട്ടികളുണ്ട്. ഓ നബിയേ, അതിനാൽ ഫാത്ലിഖ്നി ഹത്താ അദ്ഹബ ഫൗർദിഅഹുമാ, എനിക്കെന്റെ ചെറിയ പിഞ്ചു കുട്ടികൾക്കൊന്ന് മുല കൊടുക്കണം, അതിന് എന്നെ ഒന്ന് തങ്ങൾ സലാമത്താക്കി തരണം നബിയേ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് സർവ്വ സൃഷ്ടികളോടും കാരുണ്യമുള്ള നേതാവല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവതഫഅലീന, ഏതേ നീ അതിന് മുല കൊടുത്തിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ അദ്ഹബ, ഞാൻ പോയി വന്നിട്ട്, ഞാൻ പോയി മുല കൊടുത്തിട്ട് വരാമെന്നല്ലേ നബി തങ്ങൾ ചോദിക്കും. ഞാൻ മടങ്ങി വരാമെന്നല്ലേ പറഞ്ഞത്? ചോദിക്കുന്ന അവതഫഅലീന, നീ പോയി മടങ്ങി വരുമോ? അതെ, ഞാൻ വരും. കാലത്തിന് അമ്മതേ, ഞാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാനിനെ അങ്ങോട്ട് വിട്ടു. മാന് പോയിട്ടതാ മുല കൊടുത്ത് തിരിച്ചു വരികയാണ്. മാന് വാക്ക് പാലിക്കുകയാണ്, തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അവിടെ പിടിച്ചു കെട്ടി. അപ്പോൾ ഈ ഗ്രാമീണൻ അറാബിക്ക് കാര്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു സംഗതി ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലായി. ഫന്തബഹൽ അറാബിയു, നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ലക ഹാജത്തുൻ, ഓ നബിയെ, തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോ നബി തങ്ങൾ പറഞ്ഞു, തുത്ലിഖു ഹാദിഹിൽ ലബിയ, ഓ മോനെ, ചെറിയ പിഞ്ചു കുട്ടികൾ മുല കുടിക്കുന്നതുള്ള ഒരു കള്ളയല്ലേ. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ചില ആളുകളെ വല്ലാത്ത വാശി,
ചെറിയ മുല കുടിക്കുന്ന കുട്ടികൾ ഉണ്ടായിട്ടും സ്വന്തം ഭാര്യയെ എന്തെങ്കിലും ഒരു ചെറിയ വർത്താനത്തിന് തലാക്ക് ചൊല്ലുന്നവരില്ലേ? സ്വന്തം കുട്ടിനെ കൊടുക്കാത്തവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത്, ആ മാനിനെ നീയൊന്ന് വിട്ടേക്കൂ. ആ അറാബി ഉടനെ തന്നെ സ്വീകരിച്ചു. ഫാതുലഖഹാ, ആ അറാബിയാവും മാനിനെ അങ്ങ് വിട്ടു. ഫഖറജത് തഅദൂ ഫിസ്സഹറായി. അപ്പൊ ആ മാന് ആ വലിയ മരുഭൂമിയിൽ ചാടി അങ്ങ് വീണിട്ട് വതഖൂലു, ആ മാന് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ആ കലിമ ചൊല്ലി മരിക്കാൻ കാരണമാകുന്ന ഒരു സദസ്സായി ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ എല്ലാ സദസ്സുകളും ഞങ്ങളുടെ മദ്രസകളും പള്ളികളും ഞങ്ങളെ ജാമിഅ സഅദിയും സിറാജുൽ ഹുദയും മർക്കസും മഅദിനും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്ക് ആ കലിമ ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം തരണം റഹ്മാനേ. എവിടെയെല്ലാം ത്യാഗം ചെയ്ത് പ്രവർത്തിക്കുന്ന SYSന്റെ പ്രവർത്തകരുണ്ടോ, SSFന്റെ പ്രവർത്തകരുണ്ടോ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടോ, അതുപോലെ നിന്റെ ദീനിന്റെ മദ്രസകൾ കഠിനാധ്വാനം ചെയ്ത് സ്ഥാപിച്ച് ഗീബത്തും നമീമത്തും പിഞ്ചുമക്കളെ കൽപ്പിക്കാതെ നിന്റെ ഖുർആനും ഇൽമും പഠിപ്പിക്കുന്ന മദ്രസകൾ നടത്തുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവരും ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തരുന്നവരും അവരുടെ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം റഹ്മാനേ. ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു ക്യാൻസർ രോഗമുള്ള ഒരു ചെറുപ്പക്കാരനെ വണ്ടിയിൽ കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരന് വണ്ടിയിൽ നിറങ്ങാൻ കഴിയുന്നില്ല. റബ്ബേ, ആ ചെറുപ്പക്കാരന് നീ സലാമത്ത് നൽകണം റഹ്മാനേ. അതുപോലുള്ള രോഗത്തിൽ ഞങ്ങൾ ആരെയും വലക്കരുത് റഹ്മാനേ. ഒരു രോഗത്തിലും ഞങ്ങളെ നീ കിടത്തരുത് റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് ദോഷം കൊണ്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ രോഗം താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. രോഗങ്ങളൊന്നും തരാതെ തന്നെ ഞങ്ങളെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനേ. ഇന്നും വന്നിട്ട് സ്വർണവും പണവുമൊക്കെ സിറാജുൽ ഹുദയിലേക്ക് ഏൽപ്പിച്ച എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. വലിയ കാര്യങ്ങൾ, സംഭാവനകൾ വാഗ്ദത്തം ചെയ്തവരുണ്ട്. ഇവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയ്ക്കെടുത്ത സ്ഥലത്തിന് വേണ്ടി സംഭാവന തരാമെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ പലരുമുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും അവർക്കും സ്വർഗം തരണേ റഹ്മാനേ. ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനേ. ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും കൃഷികളിലും വീടുകളിലും കുടുംബങ്ങളിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും സ്നേഹിതന്മാരിലും സന്താനങ്ങളിലും ആയുസ്സിലും ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ബറക്കത്ത് തരണേ റഹ്മാനേ. സർവ്വ മുസീബത്തുകളിൽ നിന്നും കാവൽ തരണേ റഹ്മാനേ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ചൊല്ലി ആഖിബത്ത് നന്നായി മരിപ്പിക്കണം റഹ്മാനേ. വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹൈറായ ഇണകളെ എളുപ്പമാക്കണം റഹ്മാനേ. കടങ്ങളുള്ളതൊക്കെയും നീ വീട്ടിത്തരണം റഹ്മാനേ. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും പലതവണ ഭാഗ്യം തരണം റഹ്മാനേ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവരുണ്ട്, ഒരു കുട്ടിയുണ്ടായി പിന്നെ കുട്ടി ജനിക്കാതെ മനസ്സ് വിഷമിക്കുന്നവരുണ്ട്. നീ ഹൈറായ മക്കളെ നൽകണം റഹ്മാനേ. അവസാനം ഞങ്ങളെയും ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തവരെയും ഈ പരിപാടി സംഘടിപ്പിച്ചവരെയും ബദിരീകളെയും സാലിഹീകളെയും ആലിമീകളെയും സയ്യിദന്മാരെയും ഒക്കെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെയും അവരെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു.